നന്മ 24ലേക്ക് സ്വാഗതം. കാക്കനാട് വ്യവസായ മേഖലയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന മലിനജലം പൊതുനിരത്തിലേക്ക് തള്ളുന്നു. കാക്കനാട് തുതിയൂർ റോഡിൽ രാമകൃഷ്ണ നഗറിന് സമീപത്തുള്ള റൂട്ടിലേക്കാണ് മലിനജലം തള്ളുന്നത്. വ്യവസായ മേഖലയുടെ അകത്തുനിന്ന് വരുന്ന മലിനജലം, ദുർഗന്ധം വമിക്കുന്ന മലിനജലം പൊതുനിരത്തിലേക്കാണ് തള്ളുന്നത്. ഈ പരിസരത്തുള്ളവർക്ക് ദുർഗന്ധം മൂലം വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതി. തൊട്ടടുത്ത കടകളിൽ, ചായക്കടകളിൽ ചായ കുടിക്കാൻ പോലും ആള് കയറുന്നില്ല. ഈ റോഡിലൂടെ പോകണമെങ്കിൽ മൂക്ക് പൊത്തണം, അല്ലാതെ ഇതിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല. ഈ ദുർഗന്ധം വമിക്കുന്ന മലിനജലം ഒഴുകിയെത്തുന്നത് കാളച്ചാൽ തോട്ടിൽ. കാളച്ചാൽ തോട്ടിലൂടെ ചിത്രപ്പുഴയിലെത്തും ഈ മലിനജലം. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ തുതിയൂർ പ്രദേശത്ത് തന്നെ മറ്റൊരു തോട്ടിലേക്ക് വ്യവസായ മേഖലയിൽ നിന്ന് വിഷമയമായിട്ടുള്ള മലിനജലം പുറംതള്ളി ഈ തോട്ടിലെ മീനുകൾ ചത്തുപൊങ്ങിയത്. മനുഷ്യജീവന് ഭീഷണിയായ ഈ പ്രവൃത്തി നിർത്തിയേ മതിയാകൂ. പലതവണ വ്യവസായ മേഖലക്കും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും തൃക്കാക്കര നഗരസഭയ്ക്കും ഈ പ്രദേശത്തുള്ളവർ പരാതി നൽകി. പക്ഷേ വീണ്ടും ആവർത്തനം ഇതുതന്നെ. ഈ പ്രദേശത്തെ ജനരോക്ഷം ഇരമ്പി. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണിപ്പിള്ള സ്ഥലത്തെത്തി. ഇവിടെ ഒരു മിനിറ്റ് ഈ പരിസരത്ത് നിൽക്കുവാണെങ്കിൽ നമ്മൾ ഛർദ്ദിച്ച് അവശതയായി പോകും. അത്ര സ്മെല്ലാണ് ഇവിടെ വരണത്. തല കറങ്ങി പോകുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഒരു 2 മിനിറ്റ് ഇവിടെ ഒന്ന് വന്ന് നിന്നാൽ ഇത് നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് പോവുകയും ചെയ്യാം. തൃക്കാക്കര അപ്പൻ്റെ നാടായ തൃക്കാക്കര സമ്പന്നതയുടെ കൃഷിയുടെയും നാടായിരുന്നു. എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന നമ്മുടെ കൊച്ചിൻ എക്കണോമിക് സോൺ ഇവിടെ വന്നതിന് ശേഷം ഈ പരിസരത്ത് താമസിക്കുന്ന എല്ലാവർക്കും വളരെ ദുരിതമാണ്. പുറമേ നിന്ന് ആളുകൾ വന്ന് ജോലി ചെയ്ത് സമ്പാദിച്ച് കൊണ്ടുപോകണമെങ്കിലും ഇവിടുത്തെ നാട്ടുകാരായ ആളുകൾക്ക് കുടിവെള്ളം പോലും നല്ല രീതിയിൽ ശുദ്ധമായിട്ട് കുടിക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ അവർ പ്ലാന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മഴ പെയ്ത സമയത്ത് വിഷവെള്ളം തോട്ടിലേക്ക് വിട്ടിട്ട് ആ തോട്ടിലുണ്ടായിരുന്ന മീനുകൾ മുഴുവൻ ചത്തൊഴുകുകയും അതുപോലെ തന്നെ പരിസരത്തെ കിണറുകളിലെല്ലാം ആ വിഷവെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ മുതൽ കക്കൂസ് മാലിന്യവും അതേപോലെ തന്നെ ഇവിടുത്തെ ചെമ്മീൻ കമ്പനിയോ ചാള കമ്പനിയോ ഏതോ അൽബദറിൻ്റെ കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നു, ആ കമ്പനിയിൽ നിന്ന് വിട്ടിരിക്കുന്ന വേസ്റ്റ് വെള്ളം ആർക്കും വന്ന് നോക്കിയാൽ കാണാവുന്ന രീതിയിലാണ് കരി പോലെയുള്ള വെള്ളം ദുർഗന്ധം കമ്മിച്ചിട്ട് ഈ റോഡെ പോലെ ഒരു മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത്ര വൃത്തിഹീനമായിട്ട് വെറുതെ ഈ പുറത്തേക്ക് ഒഴുക്കി വെക്കുകയാണ്. സെക്സുകാർക്ക് പുറത്തുള്ള ബാക്കി വർക്കുകളൊന്നും ചെയ്യാൻ സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പുറത്തുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിൽ ഈ വേസ്റ്റ് വെള്ളം പുറത്തേക്ക് വിടാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? ജനങ്ങൾ ബുദ്ധിമുട്ടി കഴിയുമ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു, രേഖാമൂലം കത്ത് കൊടുത്തു, യാതൊരു നടപടിയുമില്ല. പിന്നെയും ഇവരിങ്ങനെ തന്നെ ചെയ്യുകയാണ്. ജനങ്ങൾ പ്രതിഷേധിച്ചാൽ ഒരു കമ്പനി ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. ഇനി മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഇതിൻ്റെ മേലധികാരികൾ ചെയ്യണം. ജനരോക്ഷം ഇരമ്പി. പൊതുപ്രവർത്തകനായ ബാബു ആന്റണി, ഈ പരിസരത്തുള്ള റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ഇവിടുത്തെ കച്ചവടക്കാർ എല്ലാവരും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് അറിയിച്ചത്. ഇന്നിപ്പോൾ വിട്ടിരിക്കുന്നത് അവിടുത്തെ മീൻ കഴുകിയ വെള്ളമാണ്, ചീഞ്ഞ വെള്ളമാണ് ഇങ്ങനെ വിട്ടിരിക്കുന്നത്. ഇത് ചെയ്യേണ്ടത് ഈ നാട്ടുകാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കോൺക്രീറ്റ് ഇട്ട് അടച്ചു കളയണം. കാരണം ഇതിനുള്ള സംവിധാനം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കോൺക്രീറ്റ് ഇട്ട് അടച്ചു കളയണം. അതാണ് വേണ്ടത്. കാരണം ഇതിനെല്ലാത്തിനും അവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സംവിധാനങ്ങളുണ്ട്. ഇവർ എന്താ ചെയ്യണമെന്നറിയാമോ? ഇതിലേക്ക് വേണ്ട കെമിക്കലുകളെല്ലാം ഇവർ ഒതുക്കുക. ഉദ്യോഗസ്ഥന്മാർ ഇത് ഒതുക്കിയതിന് ശേഷം വെറുതെ വെള്ളം സാധാ വെള്ളത്തോട് ഒപ്പം വിടുക. ഇതിലേക്ക് ഈ അവിടുത്തെ ഒരുക്കിയിരിക്കുന്ന ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൂടെ കടത്തി വിടുന്ന വെള്ളമാണെങ്കിൽ നമുക്ക് കൈ കഴുകാനായിട്ട് സാധിക്കും. അത്ര നീറ്റായിട്ടാണ് വന്നത്. ഇതൊന്നും ചെയ്യാതെ ഈ നാട്ടുകാരെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ നാട്ടുകാരുടെ ആരോഗ്യവും അതുപോലെ തന്നെ ജീവിതവും ഒക്കെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംവിധാനം, ഇത് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിയാണിത്. ഇതിനെ ചെയ്യേണ്ടത് ഇത് കോൺക്രീറ്റ് ഇട്ട് അടക്കണം. കാരണം ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടായതിനു ശേഷം മാത്രമേ ഇത് തുറന്നു വിടാൻ. ഒരു തരത്തിലും വീട്ടിലിരിക്കാനോ ഈ വഴിയിലേക്ക് ഇറങ്ങാനോ സാധ്യമല്ല. അത്രമാത്രം ദുർഗന്ധമാണ് ഇത്. ഇടയ്ക്കിടയ്ക്ക് ഇവർ ഈ മഴ പെയ്യുമ്പോൾ അതിൻ്റെ മഴവെള്ളത്തിൻ്റെ കൂടത്തിൽ തുറന്നു വിടാറുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം തൊട്ട് 2 ദിവസമായിട്ട് ഇപ്പം മഴയില്ല. അപ്പം ഡയറക്റ്റായിട്ട് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് കാനയിലോട്ട്. കാന നിറഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ഈ പരിസരത്ത് ഉള്ള ആളുകൾക്ക് ഇത് വോമിറ്റിംഗ് ടെൻഡൻസിയും ഒക്കെ വരുന്നു.
പിന്നെ ഇനി കൊതുകിൻ്റെ ശല്യം ഉണ്ടാവും, ഈച്ചയുടെ ശല്യം ഉണ്ടാവും. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്ന ഏതാണ്ട് വീട്ടുകാരൻ, ഞാൻ ഉൾപ്പെടെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഏതാണ്ട് വീട്ടുകാരാണ്. രാത്രി പോലും വീട്ടിലിരിക്കാനോ ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും പറ്റാത്തൊരവസ്ഥയാണ്. പുതിയ അനുഭവമൊന്നുമില്ല, ഇതിന് നേരത്തെ മുതലുള്ള അനുഭവമാണ് ഇത്. നിരന്തരം ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുർഗന്ധം ഇങ്ങനെ പകർച്ചവ്യാധികൾ, അതുപോലെ തന്നെ അസുഖങ്ങൾ, നിരന്തരം അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കുറച്ച് ദിവസത്തേക്ക് മാറ്റം ഉണ്ടാകും, പിന്നീട് രണ്ടാമത് തുടങ്ങുന്നുണ്ട്. ഈ തൃക്കാക്കരയുടെ വികസനത്തിന് ഈ സ്ഥാപനങ്ങളൊക്കെ ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം, ഞാനതിൻ്റെ എൻ്റെ ഫാദർ 10 വർഷത്തോളമായിട്ട് ത്വക്ക് രോഗം മൂലം ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുടുംബവും ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു ഇതുമില്ല. കാരണം എൻ്റെ പോത്തിനെ വാങ്ങിച്ച് 2-3 പ്രാവശ്യം ഈ പാടത്ത് വിട്ട് വളർത്തിയെന്ന ഒരു തെറ്റ് മാത്രമാണ് അദ്ദേഹം ചെയ്തത്. എൻ്റെ പേര് ലിജോ എന്നാണ്. ഞാനിവിടെ ഗ്രാൻഡ് ബേക്കറി എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നിലവിൽ ഇപ്പോൾ ഒരു 2-3 ആഴ്ചകളായിട്ട് ഈ പ്രതിഭാസം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചായക്കച്ചവടമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ കടയിലേക്ക് ആൾ കയറാനുള്ള ഈ മണം, ഈ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കടയിൽ വന്നിരുന്ന ആൾക്കാർ എങ്ങനെ ചായ കുടിക്കണം? ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല വീടുകളിൽ. അപ്പോൾ ഇതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് ശക്തമായി അഭ്യർത്ഥിക്കുകയാണ്, ശക്തമായി തന്നെ. ഇത് കണ്ടിട്ട് എന്ത് പറയുന്നു? നമുക്ക് ഈ സെസ്സിനുള്ളിൽ നിന്ന് വരുന്ന ഈ മാലിന്യ വെള്ളം കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കുഞ്ഞു കുട്ടികളും മുതിർന്ന ആൾക്കാരും പല രീതിയിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരും ഒക്കെ നമ്മുടെ ഇവിടെ പ്രദേശവാസികളാണ്. എൻ്റെ വീട് ഇതിൽ നിന്നൊരു 100 മീറ്ററോളം പോയാൽ മതി. പക്ഷേ സ്മെല്ല് കൊണ്ട് ഞങ്ങൾക്ക് വീടിനുള്ളിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തൊട്ട് മുറ്റത്ത് താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങൾക്ക് ഉള്ളിൽ വെള്ളം ഇറക്കുമ്പോൾ ഈ മണമാണ് ഉള്ളിലേക്ക് വരുന്നത്. അതേപോലെ വോമിറ്റിങ്, ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു 5 മിനിറ്റ് മേളിലായി നിൽക്കണം, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിങ് ടെൻഡൻസിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തി തരണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വെള്ളമെല്ലാം ചെന്ന് ചേരുന്നത് കാളച്ചാൽ തോട്ടിലാണ് ചെന്ന് ചേരുന്നത്. കാളച്ചാൽ തോട്ട് എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ ഞങ്ങളെല്ലാം കുളിച്ച് നീന്തൽ പഠിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ അരികിലൂടെ നടക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്കാണ് വികസനം കടന്നു വന്നപ്പോൾ നമുക്കുണ്ടായിരിക്കുന്നത്. ഈ സമീപകാലത്ത് ഒരു 6 മാസം മുമ്പ് ഇവിടെ നിന്ന് വിടുന്ന വേസ്റ്റ് എല്ലാം കൂടി ചെന്ന് പതഞ്ഞ് പൊങ്ങി എന്തെല്ലാം വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സ്ഥലത്തുകൂടി നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിലേക്കാണ്. കാളച്ചാൽ തോട് മാത്രമല്ല, പരിപ്പേച്ചിറയിലൂടെ ഒഴുകുന്ന തോട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ നന്മ 24 തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം അവിടുത്തെ മീൻ കുഞ്ഞുങ്ങളടക്കം ചത്തുപൊങ്ങുകയാണ് ഉണ്ടായത്. കാരണം ഒരു വിധത്തിലും ഇവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാനോ അവരുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കുടിക്കാനോ ഇല്ലാത്ത രീതിയിലേക്ക്, സാധിക്കാത്ത രീതിയിലേക്ക് ഈ പ്രദേശത്തെ വിഴുങ്ങുന്ന രീതിയിലുള്ള മാലിന്യമാണ് ഇതിലേക്ക് തള്ളിവിടുന്നത്. മാലിന്യത്തിൻ്റെ കൂടെ വരുന്നത് ശരിക്ക് വിഷജലമാണിത്. വെറും മാലിന്യം മാത്രമല്ല, വിഷജലമാണ്. ഇതിൻ്റെ കെമിക്കൽ വെള്ളമാണ് ഇതിലേക്ക് ഒഴുകി വരുന്നത്. ഇത് ശ്വസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുട്ടികളെല്ലാം രോഗികളായിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതിന് അടിയന്തരമായിട്ട് ഇതിന് പരിഹാരം കാണണം. അതല്ലെങ്കിൽ ഈ സാധനം ഇവിടുന്ന് അടച്ചുപൂടണം. ഈ 2 സെപ്സിലേക്കുള്ള 2 തോടുകളിലേക്കുള്ള ആ 2 വേ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഇവര് ഇവിടെ വ്യവസായം ത്തിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ സൗകര്യങ്ങൾ കൊടുക്കുന്നതോടൊപ്പം അതിനുള്ള ഈ പശ്ചാത്തല സൗകര്യം കൂടി ഒരുക്കി കൊടുക്കാനായിട്ട് ഈ സർക്കാർ തയ്യാറാകണം. അല്ലാതെ ഇത് അടച്ചിടുന്നവർക്കെതിരെ കേസെടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾ തുതിയൂരിൽ പാലച്ചോടും ഒക്കെയുള്ള ആളുകൾക്ക് ഞങ്ങൾക്ക് ജീവിക്കണം.